ആരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്? കേരളത്തിലെ മാധ്യമങ്ങളല്ലേ? പിന്നെ ഡൽഹിയിലും ബോംബെയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഇരിക്കുന്ന ആൾക്കാരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. അവർ നടത്തിയിട്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെയാണ് 20,000 സാമ്പിൾ എടുക്കുന്നു. ഹെലികോപ്റ്റർ എടുത്ത് പോലും കാണാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ളവർ വരെ പിന്നെ 9 ഇന്നോവയിൽ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എക്സിറ്റ് പോൾ ഇറക്കുന്നത്. അതിൻ്റെ അകത്ത് TVക്ക് അധികാരത്തിൽ വരുന്നു. പിന്നെ ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിൽ വരത്തില്ല, അവിടെ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് പറയുന്നു. അതും വലിയ മാർജിനിൽ വരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണ്? ഞാൻ സ്റ്റഡി ചെയ്ത കണക്ക് പ്രകാരമാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 42% മേലെ UDFന് വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടണം കേരളത്തിൽ. 42%, കുറഞ്ഞത് 40% മേലെയെങ്കിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടണം. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടണം എന്ന് പറയുന്നത്? UDFൻ്റെ വോട്ടുകൾ പോക്കറ്റ് ബേസ്ഡ് ആണ്. മലപ്പുറത്ത് 100% കിട്ടും, അല്ലെങ്കിൽ 80% കിട്ടും എന്ന് കൂട്ടിക്കോളൂ. 80% UDF അനുകൂലമാണ്. കോഴിക്കോട് ഏകദേശം 45-46% മേലെ UDFന് അനുകൂലമായിട്ട് കിട്ടും. അതുപോലെ നേരെ തിരിച്ചുമാണ് കൊല്ലത്തും പാലക്കാടും തൃശ്ശൂരിനും LDFന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യപ്പെടുക. അപ്പം ഇതെല്ലാം കൂടി കേരളത്തിലെ കണക്കെല്ലാം കൂടി എടുത്തിട്ട് 45% കിട്ടാൻ പോവുകയാണ്, 45% കിട്ടുമ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പറയേണ്ടതാണ് 2011 ഇലക്ഷനാണ് ഞാനിതിനെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയോ? 45.83% വോട്ട് മേടിച്ചിട്ടാണ് UDF 71 സീറ്റിൽ അധികാരത്തിൽ വന്നത്. 45.83. അന്ന് LDFന് കിട്ടിയ 45.36. എന്നാൽ 0.5% വ്യത്യാസത്തിലാണ് ഒരു സീറ്റിൻ്റെ അധികാരത്തിൽ UDF അധികാരത്തിൽ വരുന്നത്. അന്ന് 10%-ഓളം ആർക്ക് 11% ആർക്ക് പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ളൂ, BJPക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ളൂ. ഇപ്പോഴെങ്ങനെയെന്നറിയോ? ഇപ്പോൾ 18% നിന്നാണ്, അല്ല 16% നിന്നാണ് BJP 13% വന്ന് നിൽക്കുന്നത്. ഈ കുറഞ്ഞ പെർസെൻറ്റേജ് BJP 13% കൂടുതൽ BJP വോട്ടിംഗ് പെർസെൻറ്റേജ് പിടിക്കുകയാണെങ്കിൽ അതും UDFനെ ബാധിക്കും.